ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ടൊന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം അത് നമുക്ക് പച്ചക്കറികളൊന്നും വല്ലാതെ അങ്ങോട്ട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ കുട്ടീനൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ മോളെ ഒരു വീഡിയോ എന്നെ അങ്ങോട്ട് ഇടാമെന്നാണ് വിചാരിച്ചിട്ട്. അപ്പോൾ മോൾക്കിപ്പോൾ 1 വയസ്സായി. അപ്പം ഇനി ഓളെ കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനലിൽ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പഞ്ചാര ചിരി ഏടമ്പിച്ചിട്ട് കിട്ടുന്ന പഞ്ചാര ചിരി ചിച്ച ഒന്നും കൂടി ചിച്ച കേട്ടോക്ക് എടി അമ്പൂ അമ്പൂസേ അമ്പൂസേ കേട്ടോക്ക് എടി. അപ്പോൾ നമ്മൾ അമ്പൂസിനോട് പറഞ്ഞ് ലാസ്റ്റോളം ആ ഒരു ചീറി നമുക്ക് ചിരിച്ചു തന്നിക്കണം കേട്ടോ. അപ്പോൾ ആ 2 കീരിപ്പല്ല് വെച്ചിട്ട് നല്ല ഒരു പഞ്ചാര ചീറിയുണ്ട് കേട്ടോ. വല്ലാത്തൊരു ചൊറുക്ക് തന്നെയാണ് കേട്ടോ കാണാൻ. അപ്പോൾ അവള് പിന്നെ നമ്മളെ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ താത്താരൊക്കെ അവിടെ ഷട്ടിൽ കളിച്ചാൻ പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മാത്രമാണുള്ള ശ്രദ്ധ. അപ്പോൾ ഒരാളുടെ ഷട്ടിലൊക്കെ തട്ടിക്കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതും കണ്ട് നിൽക്കണം, അല്ല എൻ്റെ കുട്ടിക്ക് പോലപ്പം പോകാൻ പറ്റൂലല്ലോ. ഈ ഭാഗത്തൊക്കെ ഓളോട് ചോദിച്ചണം, ഓള് ചിരിച്ചണം കൊടുക്കണമൊക്കെ കണ്ടിട്ട്. പക്ഷെ അതിൻ്റെ ഒന്നും വോയിസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അപ്പുറത്ത് കാക്കു TV വലിച്ച് തുറന്നിട്ടിരിക്കണം കേട്ടോ. അവന് കാണാനും നിൽക്കണില്ല, എന്നാലും അത് അവിടെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റിനെ പേടിച്ചിട്ട് ഞാൻ ആ ഒരു സൗണ്ടൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കളഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ മറ്റേ കാക്കു അയലോക്കത്തെ കാക്കു വന്നുകൊണ്ട് ഇവിടുത്തെ കാക്കുവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇനി കാക്കു TV ഒക്കെ ഓഫാക്കിയിട്ട് ഓനങ്ങനെ കളിച്ചാൻ പോകാൻ നിൽക്കുകയാണ്. മോള് ഓല് പോണീന് ഓല പിടിച്ച് കണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനു കാക്കു ഇവിടെ, അതായത് എൻ്റെ 3ാമത്തത് ആൺകുട്ടിയാണ്. അപ്പോൾ അതിന് പുറത്തിറങ്ങി കേട്ടോ. ഓന ആ പണ്ടാക്കാറൊക്കെ ആയിട്ട് അവിടെ പുറത്തിറങ്ങിയപ്പോൾ ഓളിതാ ഇറങ്ങാൻ നോക്കുകയാണ്. പക്ഷേ ഓക്ക് ശരിക്കും ഇറങ്ങാൻ പറ്റണില്ല കേട്ടോ. കാരണം ഗ്രാനൈറ്റിങ്ങൊക്കെ അറിയിക്കാരം വെയിലാകുമ്പോൾ അത് നല്ല ചൂടാട്ടോ. പിന്നെ അതേപോലെ തന്നെ തണുപ്പില്ല സമയമൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുമാണ്. അപ്പോൾ ഈ വെയിലാകുമ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകിച്ചൊരു ഉപകാരം എന്താ വെച്ചാൽ നമ്മളെ പ്രത്യേകിച്ച് മോളുടെ അതിനുമോൻ്റെയൊക്കെ ഡ്രസ്സുകൾ, നിക്കറും കുപ്പായൊക്കെ ഈ ഒരു സ്റ്റെപ്പുമ്പോൾ കൂടെ വിരിച്ചിടലാട്ടോ ഞാൻ തുടച്ച് കഴിഞ്ഞതിന് ശേഷം. പെട്ടെന്ന് തന്നെ അതൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ. അത് നല്ല ചുടേനെ ഉണങ്ങി കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് മടക്കി വെക്കുക. അപ്പോൾ മോള് അതിമേ ഇറങ്ങിയിരുന്ന് കണ്ട് മെല്ലെ കാല് പൊന്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ചൂട് വന്നിക്കണ്. നമുക്ക് എന്നെ കണ്ടാലറിയാം കുട്ടിയാകുമ്പോൾ ഒരിച്ചിരി നേരം കഴിയുമ്പോൾ ഇരിക്കുള്ളൂ കേട്ടോ. കണ്ടോ. അപ്പോൾ ഞാൻ ഇഞ്ഞോളം മെല്ലെ കണ്ട് താഴത്തേക്ക് ഇറക്കി വെച്ച് പിന്നെ കുറച്ച് നേരം നമ്മളെ കല്ലിലൊന്ന് ഇത്തിയിട്ട് കളിപ്പിച്ചു. പക്ഷെ വല്ലാതെ ഓളെ ശ്രദ്ധ വിട്ട് ഒഴിവാക്കി പോകാനൊന്നും പറ്റില്ല. കാരണം ഓള് കല്ലും എന്ത് കിട്ടിയാലും വായിലിടുന്ന ഒരു പ്രായമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയില്ല ഈ ജാതി മക്കളെ. അപ്പോൾ കല്ലൊക്കെ ഒന്ന് വായിൽ വെക്കാൻ നോക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓളെ തടയണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു ചിരിച്ചു തരും കേട്ടോ. അപ്പോൾ എന്നും ഞാൻ ഇടയ്ക്കൊക്കെ എപ്പോഴൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഇറക്കിങ്ങാണ്ടൊന്ന് കളിപ്പിച്ചു. അതല്ലാതെ പിന്നെ വൈകുന്നേരം അല്ലാത്ത സമയങ്ങളിലൊന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അത് ചൂടാട്ടോ. ഇവിടെ ഒരു മരത്തണൽ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും നമുക്ക് പോലും ഒന്ന് ഡ്രസ്സ് ചിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല, അത്രക്കും വലിയ ചൂടാട്ടോ. അപ്പോൾ നമ്മളെ മുറ്റത്ത് ഈ ഒരു കുറച്ച് ചെടികൾ മാത്രമാണ്, ഇങ്ങനെയുള്ള ചെടികളുള്ളൂ കേട്ടോ. വലിയ വൻമരങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം വലിയ മരങ്ങൾ നടാനും പറ്റൂല, നമ്മൾ മണ്ണിട്ട് കെട്ടി പൊന്നിച്ചതാണ് സൈഡ് ഭാഗത്ത്. അപ്പോൾ അതൊക്കെ തള്ളിപ്പോകുന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ചെടികളൊന്നും നട്ടിട്ടില്ല കേട്ടോ. മരച്ചെടികളൊന്നും നട്ടിട്ടില്ല. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളും അതുപോലെ നമ്മളെ അഗ്ലോണിമാസൊക്കെ ഇങ്ങനെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ഒക്കെ ഉള്ളൂ കേട്ടോ നട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു കല്ല് ഞാൻ മോളെ കുളിപ്പിക്കാൻ വെക്കണതാണ് കേട്ടോ. അപ്പോൾ മോളെ ബാത്റൂമിലൊന്നും കൊണ്ടുപോകാതെ ഞാൻ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ ഒരു കല്ലും വെച്ച് കുളിപ്പിക്കും കേട്ടോ. പിന്നെ ഇവിടെ നമ്മളെ നല്ലൊരു സാധനം ഉണ്ട്, നമ്മളെ ഉറുമാമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യവും ആകെ 2 വർഷം ആവണുള്ളൂ കേട്ടോ. ഞാനത് വിത്തിട്ടിട്ട് മുളപ്പിച്ചതാണ്. അപ്പോൾ ഈ വർഷം നല്ല പോലെ പൂക്കളുണ്ടായിരുന്നു. അതൊക്കെ മഴ വന്നിട്ട് കൊഴിഞ്ഞു പോയി. ഒരു കായം മാത്രം പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കാണുന്ന ഒരു ഫ്രണ്ട് വ്യൂ ഇതാണ് നമ്മളെ വീടിൻ്റെ. ഇതുപോലെ കുറച്ച് ചെടികളും ചെറുതായിട്ടൊരു മുറ്റോ അതിൻ്റെ മുന്നിൽ ഒരു കുറച്ച് മാത്രം കോൺക്രീറ്റ് ചെയ്ത റോഡ്. ആ റോഡിൽ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ നമ്മളെ ഇവമോൾ ഇവിടെ എൻ്റെ മുളക് ചെടിയുമെന്ന് മെല്ലെ ഒരു കൊമ്പ് പറിച്ചെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള മെല്ലെ വലിയ കുട്ടികളെ കാണിച്ചത് പോലെ തന്നെ ആ ഒരു കമ്പ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അങ്ങോട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, പുറത്തേക്ക് ചാടിയ ആ ഒരു കമ്പ് അവൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നിന്ന് പിന്നെ ഞാൻ അവളെ ചീത്ത പറയണമെന്ന് കണ്ടപ്പോൾ ഓള് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇലകളൊക്കെ പറിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഓളെ ഇല പറിച്ച് പിന്നെ ഞാൻ ഓളെ എടുത്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. കാരണം അധികം നേരം നിർത്തി കഴിഞ്ഞാൽ ഓളത് മുഴുവൻ കാലിയാക്കി.
അപ്പൊ ഞാൻ ചീത്ത അറിയുന്ന മുതുക്കൊക്കെ ഇങ്ങനെ നോക്കി ചീത്ത പറഞ്ഞപ്പോ ഒന്നും കൂടി കൂടുതലായിട്ടൊക്കെ പറച്ചിൽ തുടങ്ങി കേട്ടോ. വടി അതിന് വലിയ വടി ഉണ്ടോ? വലിയത് അതിന് ഇവിടെ പറഞ്ഞാ കേക്കണില്ല, വികൃതി കച്ചറയാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.